നമ ശ്രീ മഹാദേവ്യൈ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം മൂന്നാം സ്കന്ധം. മൂന്നാം സ്കന്ധത്തിൽ 30 അധ്യായങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യം മണിദ്വീപത്തിലേക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ എത്തിക്കുന്നതായിട്ടുള്ള കഥയാണ്. ഒന്നാമത്തെ ദിവസം 4 അധ്യായങ്ങൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടാണ് വൈകുന്നേരം നിർത്തുക. അപ്പം അതിൽ മൂന്നാമത്തെ സ്കന്ധം തുടങ്ങുന്നത് ജനമേജയനും വ്യാസനും തമ്മിലുള്ള സംവാദം. അമ്മയ്ക്ക് പ്രാധാന്യം വരാനുള്ള കാരണം എന്തൊക്കെയാണ്, അമ്മയുടെ ലീല, ഇതൊക്കെ അറിയലാണ്. അപ്പോൾ വ്യാസനും നാരദനും തമ്മിലുള്ള സംവാദം, അത് ആരെയാണ് ഭജിക്കേണ്ടത്, ആരെ ഭജിച്ചാലാണ് മുക്തി കിട്ടുക, ഇഹസുഖം കിട്ടുക എന്നല്ല, ദേവതാ പ്രാധാന്യത്തെ അറിയാൻ വേണ്ടിയിട്ട് അഷ്ടദിക്പാലകന്മാർ, സൂര്യേന്ദ്രന്മാർ, ത്രിമൂർത്തികൾ, അമ്മ. അപ്പോൾ അതിൽ അമ്മയുടെ പ്രാധാന്യം പറയണു. പിന്നെ മധുകയുടെ വധത്തെ, ആ സന്ദർഭത്തെ ഒന്ന് സൂചിപ്പിച്ച് ആ സമയത്ത് അമ്മ വിമാനം കൊണ്ടുവന്നതും ഈ ത്രിമൂർത്തികളെ മണിദ്വീപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രാദിലോകവും പിന്നെ സത്യലോകവും കൈലാസവും വൈകുണ്ഠവും കാണിച്ചതിന് ശേഷം ആ മണിദ്വീപത്തിലേക്ക് എത്തിയെന്നും അവിടെ ചെന്നപ്പോൾ കടക്കാൻ പറ്റിയില്ല, ഇവർക്ക് സ്ത്രീകളായിട്ട് മാറേണ്ടി വന്നു. പിന്നെ അവിടെ ചെന്നു, അമ്മയെ കണ്ടു, വല്ലാത്തൊരു അത്ഭുതം തോന്നി. പിന്നെ പൂജിക്കുക, നമസ്കരിക്കുക, എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചെയ്തു. അമ്മ അനുഗ്രഹിച്ചു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വേണ്ട വിധം അനുഗ്രഹിച്ചു, വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ശക്തി വേണം, കഴിവ് വേണം, വിദ്യ വേണം, വസ്തുക്കൾ വേണം, എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് മുഴുവൻ അതാത് ദേശത്ത് അതാത് കാലത്ത് അതാത് പ്രവൃത്തികൾ ചെയ്യിക്കുക. അപ്പോൾ ഈ ഭാവം അമ്മ അത്യത്ഭുതത്തോടു കൂടിയിട്ട് അവരെ മനസ്സിലാക്കി. അവരെ തിരിച്ച് വീണ്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വിമാനത്തിൽ കയറി പുരുഷന്മാരായി ഇവിടെ എത്തി വീണ്ടും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവിടെ ഈ ആദ്യത്തെ ബ്രഹ്മാവും അതൊക്കെ പോയി, എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ടായി. അതിനുശേഷം പിന്നെ ഒരു ബ്രഹ്മാവ് വന്നു, അത്രയേ ഉള്ളൂ. ആ മട്ടാണ്. ത്രിമൂർത്തികൾ വന്നു, ദേവന്മാർ വന്നു, പിന്നെന്തൊക്കെയാ ആ ബ്രഹ്മാണ്ടത്തിലുണ്ടായത് വെച്ചാൽ അതൊക്കെ അത് അതിൻ്റെ രീതിയിൽ ആത്യന്തിക പ്രളയം വരെ അങ്ങോട്ട് നിന്നു എന്നർത്ഥം. അതാണ് ആ കാര്യത്തെ പറയുകയാണ്. അപ്പോൾ ആ അമ്മയെ കാണലും അത് കഴിഞ്ഞ് 4-ാമത്തെ അധ്യായത്തിൽ സ്തുതിക്കലും വിഷ്ണുവിൻ്റെ സ്തുതിയാണ്. അത് കഴിഞ്ഞ് പിന്നെ 5-ാമത്തെ അധ്യായത്തിലാണ് ശിവനും ബ്രഹ്മാവും സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോഴാണ് അമ്മ 6-7 അധ്യായങ്ങളിലായിട്ട് ഉപദേശത്തെ കൊടുക്കുന്നത്. അങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് പോകും, നമുക്ക് കേൾക്കാം. ഇപ്പോൾ 3 അധ്യായം പാരായണം ചെയ്യാം. ശ്രീ മഹാദേവി നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 20-ാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ഓം 3-ാം സ്കന്ധം 1-ാം അധ്യായം ജനമേജയൻ. ഓം ഇതിൽ 50 ശ്ലോകം. ഓം ഭഗവൻ ചൊന്നു നീ ശ്രേഷ്ഠം 50 യജ്ഞമെന്നതായി, അവൾ ആര് നിന്ന് എമ്മട്ടുണ്ടായി എന്തു ഗുണത്തൊടും, അവൾ തൻ യജ്ഞം എമ്മട്ടാണ് എന്തതിൻ രൂപവും മുനെ, ചടങ്ങെന്തൊക്കെ എന്നോതു സർവജ്ഞൻ നീ ദുജോത്തമ, ബ്രഹ്മാണ്ടോൽപ്പത്തിയും നീളെ വിസ്തരിച്ചോദനം ഭവാൻ, ഉള്ള പോൽ കേട്ട പോലെല്ലാം അറിവോൻ നീ ദയാനിധേ, ബ്രഹ്മവിഷ്ണുഹരന്മാരായി ദേവന്മാർ മൂവരെന്നു ഞാൻ കേട്ടേൻ സഗുണരാം സൃഷ്ടിസ്ഥിതി സംഹാരകാരികൾ, ആ മഹാത്മാക്കൾ അങ്ങ് ആത്മതന്ത്രരോ പരതന്ത്രരോ പാരാശര്യ കഥിച്ചാലും കേൾക്കാനിച്ഛിപ്പു സാമ്പ്രതം, മൃത്യുധർമ്മികളോ ചൊൽക സച്ചിദാനന്ദരൂപരോ, ആധിഭൂതാധിയാമാധി മൂന്നും ഉള്ളവരോ തഥാ, കാലത്തിൻ വശമാണ്ടോരോ മഹാബലികളാം അവരെങ്ങനെ ഉണ്ടായത് ആരിൽ നിന്നെന്നു ശങ്കമേ, ഹർഷം ശോകം നിദ്ര തന്ത്രി ഇവയുള്ളവരോ മുനെ, അവർ തൻ ദേഹവും ധാതുവേഴും ചേർന്നുള്ളതല്ലയോ, ദ്രവ്യങ്ങളേതിനാൽ ഏതു ഗുണത്താൽ ഇന്ദ്രിയങ്ങളാൽ നിർമ്മിതന്മാർ, അവർക്കായുസ്യത്ര ഭോഗങ്ങളെ വിധം എങ്ങുവാൻ അവർ തൻ വാസം ഐശ്വര്യങ്ങളും എന്തുവാൻ, വിസ്തരിച്ച് അരുൾ ചെയ്താലും ബ്രഹ്മൻ കേൾക്കാൻ കൊതിപ്പു ഞാൻ,
അപ്പോൾ ദേവകൾ, ത്രിമൂർത്തികൾ ഒക്കെ എവിടെയാണ്, അവരുടെ ശരീരം എങ്ങനെയാണ്, ഇതൊക്കെയാണ് ചോദ്യം. നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെയോ മൃഗങ്ങളെയോ പ്രാണിവർഗങ്ങളെയോ സസ്യജാലങ്ങളെയോ പൂർണ്ണമായിട്ട് അറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ ദേവതകളെ അറിയും? എളുപ്പമല്ല. എന്നാലും ചോദിച്ചു. അപ്പോൾ അതിനൊരു പുരാണം പറയേണ്ടി വന്നു എന്ന് സാരം. അതാണ് വ്യാസൻ. ബ്രഹ്മാവ് തൊട്ട ദേവന്മാരാരിൽ നിന്നുദ്ഭവിച്ചവർ ഈ കനം കൂടിടും ചോദ്യം ദുർഗമം താൻ നൃപോത്തമ. നാരദർഷിയോട് ഈ ചോദ്യം പണ്ട് ചോദിച്ചിരുന്നു ഞാൻ. സാത്ഭുതം മുമ്പിൽ വന്നോതി ഉത്തരം കേട്ടുകൊള്ളുക നീ. പണ്ടൊരിക്കൽ കണ്ടു ഞാൻ ആ ഗംഗാതീരത്തിൽ വാഴ്വതായി ശാന്തൻ സർവജ്ഞൻ ആ വേദപണ്ഡിതൻ മുനിമുഖ്യനെ. ശമ്യാപ്രാസിൽ വെച്ചിട്ട് നാരദനും വ്യാസനും തമ്മിൽ കണ്ട രംഗാണ് പറയണത്. കണ്ടു സന്തോഷപൂർവം ഞാൻ വീണുകൂപ്പി മുനീന്ദ്രനെ കൽപ്പിച്ചിരുന്നു. മുനിതൻ ചാരേ ശ്രേഷ്ഠാസനത്തിലായി ഗംഗയാറിൻ മണൽത്തെട്ടിൽ ഏകാന്ത ധ്യാനനിഷ്ഠനായി വർത്തിക്കും മുനിയോടോതി കുശലങ്ങൾ അറിഞ്ഞു ഞാൻ. പരപ്പേറുന്നോരേ ബ്രഹ്മാണ്ടത്തിൻ സൃഷ്ടിയിലാരുവാൻ അങ്ങേ തലയ്ക്കൽ എന്നൊന്നു വിസ്തരിക്ക മഹാമതേ. ബ്രഹ്മാണ്ടമെല്ലാം ഉണ്ടായത് ഏതിൽ നിന്നതു അത് നിത്യമോ അനിത്യമോ എന്നത് എന്നോടോതിയാലും മുനീശ്വര. ഏകനോ മറ്റനേകം പേർ ചേർന്നോ നിർമ്മിച്ചത് ഈ വിധം കർത്താവിതൽ ഹരേ. കർത്താവില്ലാത്തൊരക്കാര്യം വിരോധാഭാസമായി വരും. സംശയത്തിൻ അലച്ചാർത്തിൽ നിന്നെന്നെ കരയേറ്റണം. പരന്നോരി പ്രപഞ്ചത്തിൽ എണ്ണമറ്റുണ്ടു സംശയം. ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഈ ജന്മം കൊണ്ട് പരിഹരിക്കാൻ കൂട്ടിയാൽ പറ്റൂല. എങ്ങനെയാണ് സൃഷ്ടി വളരണത് നമുക്കറിയില്ല. നമ്മളൊരു മരം കുഴിച്ചിടണു എന്ന് മാത്രമേ അറിയുള്ളൂ. അത് തന്നെ വളരെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയാമെന്നല്ലാണ്ട് അതിങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് സാരം. നമുക്ക് ഉണ്ടാക്കാൻ കൂട്ടിയാൽ പറ്റില്ല. ഉണ്ടായതിനെ ഇങ്ങനെ വളർത്താം, മാറ്റാം, അത്രേ പറ്റുള്ളൂ. ജന്മനാശങ്ങളില്ലാത്ത മഹാദേവൻ സദാശിവൻ ആത്മാരാമൻ ദേവദേവൻ ത്രിഗുണൻ നിർമ്മലൻ ഹരൻ സംസാരതാരകൻ നിത്യൻ സൃഷ്ടിസ്ഥിത്യന്തകാരകൻ കാരണത്തിൻ കാരണമെന്നോതുന്നു ചിലർ പാരിതിൽ ശിവനെ പറ്റി ആദ്യം പറഞ്ഞു. പിന്നെ വിഷ്ണുവിനെ പറയുകയാണ്. സർവാദിയായി സർവശക്തിയുക്തനായി സർവനാഥനായി സർവതോമുഖനായി സർവവ്യാപിയായി സർവസാക്ഷിയായി ആദ്യന്തഹീനനായി ഭുക്തി മുക്തിദായകനീശനായി അവ്യക്തനായി ചിതാത്മാവായി വാഴ്ത്തുന്നു ചിലർ വിഷ്ണുവേ. ഇനി ബ്രഹ്മാവിനെ കുറിച്ച് പറയാണ്. നാരദനാണ് പറയണത്, തൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയണത്. എല്ലാം അറിഞ്ഞോൻ ഭൂതങ്ങൾക്കെല്ലാം ജീവൻ കൊടുപ്പവൻ നാഭിപത്മത്തിലുണ്ടായോൻ സത്യലോകത്തിൽ വാഴുവൻ സുരേശനായി സർവലോക സൃഷ്ടാവായി ചതുരാസ്യനായി സൃഷ്ടിക്കെല്ലാം കാരണമായി വാഴ്ത്തുന്നു വിധിയെ ചിലർ. അപ്പം ഇതൊന്നും ബ്രഹ്മാവല്ല കൊടുക്കുന്നത്. ഇത് അറിഞ്ഞിട്ടും അങ്ങനെ പറയുകയാണ്. ഇതൊക്കെ അമ്മയാലാണ് കൊടുക്കപ്പെടുന്നത്. അപ്പോൾ ജീവൻ കൊടുക്കാനൊന്നും ആർക്കും പറ്റില്ല. ഇനി സൂര്യനെ, ചന്ദ്രനെ, ഇന്ദ്രനെ, ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരെയൊക്കെ പറയാണ്. വേദവിത്തുക്കൾ വാദിപ്പൂ സൂര്യനെ സർവനാഥനായി വാഴ്ത്തിപ്പാടുന്നു മുട്ടാതെ പുലർച്ചയ്ക്ക് അന്തിയാമ്പുഴും. ദേവദേവൻ സഹസ്രാക്ഷൻ സർവപ്രഭു ശചീപതി ത്രിലോകേശൻ യജ്ഞനാഥൻ സോമൻ സോമപ്രിയൻ സോമപൻ സോമപ്രിയൻ. സൗമ്യം കുടിക്കുക, അതായത് യാഗത്തിൽ ഈ പുരോടാശത്തെ സ്വീകരിക്കുക, സോമരസം കുടിക്കുക, അതാണ്. സുരേശ്വരൻ യജ്ഞഭോക്താവ് ഈ വണ്ണം മഖവാവിനെ പൂജിച്ചു യജ്ഞങ്ങൾ നൽകി ആരാധിക്കുന്നിതന്യരും. ചിലരാ വരുണൻ തന്നെ, ചിലർ വായുവെ, വന്യയെ, കുബേരനെ, ചന്ദ്രനെയും, ചിലർ അന്തകനെയുമേ. മറ്റുള്ളവർ ചിലർ പൂജിപ്പൂ ഹേരമ്പൻ ഗണനാഥനെ. സ്മരിക്കൽ സർവകാമാർത്ഥ സിദ്ധി നൽകും ഗജാസ്യനെ. ആചാര്യർ ചിലർ തർക്കിപ്പൂ ശിവയാണ് അഖിലാർത്ഥത നിത്യയായ പ്രകൃതിയും പുരുഷാനുഗപൂർണയും. അപ്പോൾ ഗണപതിയും കൂടി പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പാർവതിയെക്കുറിച്ച് പറയണത്. അതായത് ജഗദംബയെ, മഹാദേവിയെക്കുറിച്ച് പറയണത്. ആദിമായ മഹാശക്തി സൃഷ്ടിസ്ഥിത്യന്തകാരിണി ബ്രഹ്മൈക്യം നേടിയോൾ സർവവസ്തു വ്യാപിനിയായവൾ. ഭൂതങ്ങൾക്കും വാനവർക്കും എല്ലാം ജനനി നിർഗുണ ആദ്യന്തമറ്റോൾ സഗുണ സർവലോകേശ്വരേശ്വരി. ശൈവി വൈഷ്ണവിയും ബ്രാഹ്മി ഐന്ദ്രി വാരാഹി വാരുണി നാരസിംഹിയുമായി സാക്ഷാൽ മഹാലക്ഷ്മിയുമായവൾ. സംസാര തരുവിൻ തായ് വേരായി വേദത്തിനൊക്കെയും അമ്മയായി വിദ്യയായി ഭക്തർക്കിഷ്ടമെല്ലാം കൊടുപ്പവൾ. ഫലാർത്ഥിക്കിഷ്ടവും മോക്ഷാർത്ഥിക്കു മോക്ഷവുമേകുവോൾ. ത്രിഗുണാതീത ഗുണവിസ്താരകാരിണിയായവൾ. ഏവം വാഴ്ത്തുന്നിതവളെ സതതം ഫലകാംക്ഷികൾ. നിരഞ്ജനം നിരാകാരം നിർലേപം നിർഗുണം പരം വ്യാപകം ബ്രഹ്മമെന്നെല്ലാം വേദാന്തികൾ കഥിക്കയാം ചൊൽവോ. തേജോരൂപനെന്നായി ചിലേടം വേദശാഖകൾ. 1000 തലയും കണ്ണും 1000 കൈമുഖങ്ങളും 1000 ചെവിയും കാലും ഉള്ളൊന്നായി
മറ്റിടത്തിലും വാഴ്ത്തുന്നു വേദം ആകാശം വിഷ്ണുവിൻ പാദമായുമേ. ശാന്തർ രജസറ്റ വിരാട്ട് എന്നാൽ ചില മനീഷികൾ പുരുഷോത്തമനെന്നായും പുരാവിത്തുക്കൾ ചൊല്ലുകയാം. പ്രഭുവായ ആരുമില്ലെന്നായി തർക്കിച്ചിടുന്നിതൊട്ടുപേർ ചിലർക്ക് പക്ഷമി കാണും. സമസ്തവും അനീശ്വരം അനന്തമാമി ബ്രഹ്മാണ്ടമാരും സൃഷ്ടിച്ചതായി വരാ. തനിയെ തന്നെയുണ്ടായിട്ട് അവണ്ണം തന്നെ നിൽക്കയാം. അകർത്താവ പുമാനില്ല കർത്തൃത്വം പ്രകൃതിക്കുമേ എന്ന് തർക്കിപ്പൂ സാഖ്യന്മാർ കപിലാദിമുനീശ്വരർ. ഇവയും മറ്റുമായ എണ്ണമറ്റ സന്ദേഹമുണ്ടുമേ. സംശയഗ്രസ്തമൻ ചിത്തം ചെയ്വതെന്ത് മുനീശ്വര. ധർമ്മമേത് എவ்விധം ധർമ്മം അതിൻ ലക്ഷണമെന്തുവാൻ തോന്നുന്നില്ലങ്ങുറപ്പൊന്നും. അധർമ്മ വിവക്ഷയിൽ ശ്രീ മഹാദേവ്യൈ നമഃ. ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ അത് വളരെ പ്രധാനമാണ്. ധർമ്മം അധർമ്മം എന്നുള്ളത് കർമ്മത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. തപസ്, ശുദ്ധി, ദയ, സത്യം ഈ 4 പാദങ്ങളെ ധർമ്മത്തിൻ്റെ 4 കാലുകളായിട്ട് പറയണം. അതെല്ലാം കർമ്മം തന്നെയാണ്. അതായത് തപസ് കർമ്മമാണ്. ശുദ്ധി മനസ്സിനായാലും ശരീരത്തിനായാലും പ്രാണായാമാദികളെ കൊണ്ട് അഷ്ടാംഗയോഗങ്ങളെ കൊണ്ട് അതേപോലെ തന്നെ ശരീരത്തിനും മനസ്സിനും കുളി സ്നാനാദി കാര്യങ്ങളെ തൊട്ടുള്ള ഓരോന്നും കർമ്മമാണ്. ദയ എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വേണ്ടതെന്തോ അത് നമ്മിലുള്ളത് ദാനമായിട്ട് കൊടുക്കുക. അതാണ് ദയ. അപ്പോൾ എല്ലാവർക്കും ദാനം കൊടുക്കുക വെച്ചാൽ പൈസ കൊടുക്കൽ മാത്രമല്ല. ചിലർക്ക് ഉപദേശമാവും, ചിലർക്ക് അടുത്തിരുന്നാൽ മതി. പലർക്കും പലതാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ കൊടുക്കുന്നതൊക്കെ ദാനമാണ്. വെറുതെ അടുത്ത് ചെന്നിരിക്കുക. ഒരാൾക്ക് രാത്രി കൂട്ടിന് ഒരാൾ വേണം, പേടി തോന്നണം, അപ്പോൾ ഒരാളെ കൂട്ടിരിക്കുക വെച്ചാൽ അതാണ് ദാനം. ഇപ്പോൾ ദാനത്തിൻ്റെ തസ്മാൽ ദാനം പ്രകർത്തവ്യം സർവ അരിഷ്ട നിവാരണം എന്നാ. അത് ഇപ്പം നമ്മളവിടെ ചെന്നിരിക്കണേ ഉള്ളൂ, പക്ഷെ ആ ഇരിക്കുന്നത് വലിയൊരു ദാനമാണ്. ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ, പേടി ഉണ്ടാവില്ല. ഈ സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്, അവർ കൗൺസിലിങ്ങിൽ മനസ്സ് വല്ലാതെ കണ്ട് വിഷമിക്കുന്നതായിട്ടൊരു ഘട്ടത്തിൽ അനവധി ആളുകളുള്ള സ്ഥലത്തേക്ക് പോവുക. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് അവരിൽ നിന്ന് കിട്ടുക. ചിലർക്ക് ഇങ്ങനെ വീക്ഷണം മതി, എല്ലാവരും ഇങ്ങനെ കാണുക. ചിലർക്ക് ഇഷ്ടപ്പെട്ട സംവാദങ്ങളാണ് വേണ്ടി വരിക. ചിലർക്ക് ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റലാണ് വേണ്ടി വരിക. ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ ഈ സംഘം കൊണ്ട് ഈ മനസ്സിൻ്റെ വിഭ്രാന്തി അതെന്തായാലും മാറിക്കിട്ടും. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഏതിലാണോ ചെന്നിട്ട് കുഴങ്ങി ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്നത് വെച്ചാൽ അതിൽ നിന്നും മനസ്സിനെ മാറ്റുക. മനസ്സിനെ മാറ്റാൻ സാധിക്കാത്തവർക്ക് ഈ ശരീരം തന്നെ അതിൻ്റെ സംഘം മാറ്റണം എന്നർത്ഥം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോരാ, കൂട്ടായിട്ടിരിക്കണം. ചില ആളുകൾക്ക് ഈ സമൂഹ മധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് വിഷമം ഉണ്ടാവുക. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ചെന്നിരുന്നാലാണ് അവിടെ അവർക്ക് സുഖം കിട്ടുക. അപ്പോൾ എപ്രകാരത്തിലാണോ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സ്വസ്ഥത കിട്ടുക, സ്വസ്ഥത കിട്ടിയാൽ മാത്രമേ ഭഗവത് ഭജനം സാധ്യമാകൂ. അപ്പോൾ ഈ സമൂഹ മധ്യത്തിലങ്ങോട്ട് ചെന്ന് കുറേ മനസ്സിന് ആശ്വാസം കിട്ടി ഇവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഭജനത്തിലേക്ക് എത്താൻ സാധിക്കും. സ്വസ്ഥമായിട്ടൊരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ എൻ്റർടൈൻമെൻറ്റ്, സിനിമ കാണണം എന്നൊക്കെ പറയണില്ലേ, അതേപോലെ യാത്ര പോകണം, തീർത്ഥാടനം ചെയ്യണം, ടൂറ് പലതും ഉണ്ടല്ലോ. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ മാത്രമേ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവുള്ളൂ. എന്താ കാരണം? മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കലികാലത്തിൽ മാത്രമാണ് തോന്നുന്നില്ല, ഇത് എല്ലാ യുഗത്തിലും ഇങ്ങനെ തന്നെയാണ്. മനസ്സ് സ്വസ്ഥമാവാൻ വേണ്ടിയിട്ട് തപസ്സാണ് വേണ്ടെങ്കിൽ തപസ് തന്നെ ചെയ്യണം, അപ്പോഴേ ഭജനം ശരിയാവുള്ളൂ. അത് വേണ്ട എന്നുള്ളത് നിമി മഹാരാജാവിനെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നാരദനെ മറ്റൊരു തരത്തിലാണ് ഉദാഹരണമായിട്ട് പറയണത്. ഓരോരുത്തരെയും ഓരോരോ തരത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയായാലും മുക്തി കിട്ടും എന്നാണ്. അസുരന്മാരോട് വിരോധഭക്തിയോട് കൂടിയിട്ട് എന്നെ ഭജിക്കൂ
എന്ന് പറയണു അമ്മ. മുക്തി കിട്ടും. മുക്തി പലതരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും മുക്തി കിട്ടും. ഇപ്പോൾ പ്രഹ്ലാദന് സനകാദി മഹർഷിമാർക്ക് ഈ ജയവിജയന്മാർക്ക് ശാപം കിട്ടിയപ്പോൾ അതിന് കാരണക്കാർ ഞങ്ങളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദനായിട്ടും വിഭീഷണനായിട്ടും ജനിച്ചത്. കൂടെ ലീലയിൽ അങ്ങോട്ട് പങ്കെടുക്കുകയാണ്. സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത, ഇങ്ങനെയാണ്. അപ്പോൾ പിന്നത്തെ ജന്മം ഇനി ജനിക്കണ്ട എന്ന് ഭഗവാൻ വിഭീഷണനോട് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓരോ അസുരന്മാരെയും ഓരോ ഭക്തന്മാരെയും, എന്നുവെച്ചാൽ ഭക്തന്മാരെയും അഭക്തന്മാരെയും ഒരേപോലെ തന്നെ ഈ ദേവതകൾ അനുഗ്രഹിക്കും, മനസ്സിലാക്കി തരുമെന്ന് സാരം. അതാണ് അനുഭവം കൊണ്ട്, സ്വാനുഭവം കൊണ്ട് മനസ്സിലാക്കി തരും, അതാണ്. അപ്പോൾ ഈ സംശയം, ഇവിടെ ചോദ്യം അതാണ്. വ്യാസൻ നാരദനോട് ചോദിക്കുകയാണ്, സംശയഗ്രസ്തം എൻ ചിത്തം ചെയ്വതെന്ത് മുനീശ്വര, ധർമ്മമേത് എவ்விധം ധർമ്മം അതിൻ ലക്ഷണമെന്തുവാൻ, തോന്നുന്നില്ല എങ്ങുറപ്പൊന്നും ധർമാധർമ്മ വിവക്ഷയിൽ, സത്വവാന്മാർ സത്യധർമാദികളാളും അമർത്യരും ദുഃഖിപ്പൂ ദുഷ്ടദൈതേയ പീഡയാൽ, ധർമ്മമെങ്ങുവാൻ ധർമ്മിഷ്ഠരായ സദ്വൃത്തർ മമ വംശജർ പാണ്ഡവർ ഭുജിച്ചു ദുഃഖം പലതും ധർമ്മത്തിൻ നിലയെന്തുവാൻ, ഏവം ഓരോ സംശയത്താൽ ഊഞ്ഞാലാടുന്നിതുൾക്കളം. ശ്രീ മഹാദേവ്യേ നമ. സംശയം തീർത്തു തന്നാലും സമർത്ഥൻ നീ മഹാമുനെ, മോഹമാം കെടുനീർത്തിങ്ങും സംസാരക്കടലിൽ സ്വയം മുങ്ങിപ്പൊങ്ങുന്നോരി, എന്നെ കാത്താലും ജ്ഞാന നൗകയാൽ. ജനമേജയ പ്രശ്നമെന്ന 1-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇനി 2-ാം അധ്യായം, ഇതിൽ 41 ശ്ലോകങ്ങളാണ് ഉള്ളത്. ശ്രീ മഹാദേവ്യേ നമ. വ്യാസൻ, നീ എന്നോട് ചോദിച്ചോരി ചോദ്യം തന്നെ ഭൂപതേ ചോദിച്ചു ഞാൻ നാരദനോട് അന്നേരം ചൊന്നിതിങ്ങനെ. നാരദൻ, ചൊല്ലേണ്ടതെന്ത് ഞാൻ പണ്ടൻ മനസ്സിലും ഇതേ വിധം സന്ദേഹധാര സമ്പാദമുണ്ടായി വ്യാസ കുഴങ്ങിനേൻ. ബ്രഹ്മലോകത്തിൽ അമിത തേജസ്സാമൻ പിതാവോടായി ചോദിച്ചേൻ നീ എന്നോടിന്ന് ചോദിച്ച ആ ചോദ്യം അന്നു ഞാൻ. ബ്രഹ്മാണ്ടമൊക്കെ ഉണ്ടായത് ഏതിൽ നിന്ന് അച്ഛാ ചൊൽക നീയോ സൃഷ്ടിച്ചത് അഥവാ വിഷ്ണുവോ വഴി പോലവേ. ഇപ്പം ഞാൻ ഇപ്പോൾ വ്യാസൻ നാരദനോട് ചോദിച്ച അതേ ചോദ്യം നാരദൻ തൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിച്ചു. ആ ചോദ്യവും ഉത്തരവും പറയാണ്. രുദ്ര സൃഷ്ടിച്ചതോ സത്യമോദിയാലും ജഗൽപതേ ആരാധിക്കേണ്ടത് ഇങ്ങാരെ സർവോത്കൃഷ്ടനും ആരുവാൻ. അതൊക്കെ ഇങ്ങോതി എൻ്റെ സന്ദേഹം തീർക്ക നീ പ്രഭോ. അസത്യം ദുഃഖദം സംസാരത്തിൽ മുങ്ങിക്കിടപ്പു ഞാൻ. തീർത്ഥങ്ങൾ വേദങ്ങൾ മറ്റുള്ളേതും കൊണ്ട് എൻ്റെ മാനസം ഉറച്ചു നിൽക്കാതാടുന്നു സംശയങ്ങളിൽ. അങ്ങനെ പരം സത്യമറിഞ്ഞിടാതെങ്ങു ശാന്തി പരന്തപ നട്ടം തിരിയുമെൻ ചിത്തം ഉറയ്ക്കുന്നില്ലൊരേടവും. ആരെ സ്മരിപ്പത് ഈ കാലം, ആരെ ചെന്നു ഭജിപ്പതും, ആരെ വാഴ്ത്തും അവിജ്ഞൻ ഞാൻ ആരാ സർവേശ്വരേശ്വരൻ. എൻ്റെ ഈ വിഷമപ്രശ്നം കേൾക്കെ സത്യവതി സുധാ ചൊന്നാൻ ഉത്തരമായേവം വിധി ലോകപിതാമഹൻ. ബ്രഹ്മാവ് എന്തു ചൊല്ലേണ്ടു സൂത നിൻ ചോദ്യം, എന്തു ചൊല്ലേണ്ടു സുത നിൻ ചോദ്യം ദുർബോധമുത്തമം. വിഷ്ണുവിനും ഉറപ്പിച്ചു പറയാനരുത് ഉത്തരം. ഹരേ കൃപ. ആർക്കും ഇതറിയില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാനാണ്. രാഗിയാം ആർക്കും ഈ സംസാരത്തിലായതറിഞ്ഞിട, ഇച്ഛയും പകയും വിട്ട വിരക്തൻ ഇതറിഞ്ഞവൻ. ലോകമെല്ലാം നശിച്ചൊറ്റ കടലായി തീർന്ന വേളയിൽ പഞ്ചഭൂതങ്ങളുണ്ടായി ഞാൻ ഒരു താമരയിങ്കലും. സൂര്യനെയും ചന്ദ്രനെയും കാടും കണ്ടില്ല ശൈലവും, തണ്ടാരിൻ നടുവിൽ ചിന്താവിഷ്ടനായി വാണു ഞാൻ തഥാ. ഈ പെരുങ്കടലിൽ നീരിലേതിൽ നിന്നുത്ഭവിച്ചു ഞാൻ. സൃഷ്ടിച്ചു പാലിച്ച് ഒടുക്കം ആരെന്നെ സംഹരിപ്പതും. കാണാനില്ലെങ്ങുമേ ഭൂമി നീരിനാധാരമെന്തുവാൻ. തണ്ടാരുണ്ടായത് എമ്മട്ടിൽ മുളയ്ക്കാൻ ചളി വേണ്ടയോ. അപ്പോൾ ബ്രഹ്മാവ് ഉണ്ടായത് നാരായണൻ്റെ നാഭിയിലാണ്. ആ നാഭിയിലുണ്ടായ ഒരു താമരയിലാണ്. അപ്പോൾ ആ താമര കണ്ടു. താമരയുടെ തണ്ടിലൂടെ താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ടും ആധാരം കണ്ടില്ല. അപ്പോൾ എല്ലാറ്റിനും ഒരു ആധാരം വേണമല്ലോ. ആ ആധാരം എന്താ? നമ്മളൊക്കെ അന്വേഷിക്കുന്നത് അതാണ്. ഇതൊക്കെ പുരാണാചാര്യന്മാർ ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതി തന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കൊട്ട് വിശ്വാസം ഇല്ലേ ഇനി. പിന്നെ അങ്ങനെ ഒരു താമര ഉണ്ടാവുകയാണല്ലോ എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്. നാസ്തികമതം അങ്ങനെയാണ്. എല്ലാം കണ്ടു ബോധിച്ചാലേ
നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ്. ശ്രീ മഹാദേവി എന്ന് അത് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു താമരയിൽ ഉറുമ്പ്, അനവധി ഉറുമ്പുകൾ ഉണ്ട്. ആ താമരയുടെ വലിപ്പവും ഈ ഉറുമ്പിൻ്റെ ആ വാസവും അത് വെള്ളത്തിലായാലും വേണ്ടില്ല, എവിടെയായാലും വേണ്ടില്ല, ഉറുമ്പിനെ സംബന്ധിച്ച് വിഷയമല്ല. ആ താമര അത് താങ്ങിക്കോളും. എന്ന കൂട്ടത്തിൽ 1 കോടി ഇരട്ടി വലിപ്പമുള്ളതായിട്ടുള്ള താമര. ഈ ഉറുമ്പിൻ്റെ അത്രയും വലിപ്പമുള്ള നമ്മളും. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് സാരം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാലേ അതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ശ്രീ മഹാദേവി നമ. ഓം. പങ്കജത്തിൻ മൂലമായ പങ്കത്തെ കാൺമനിന്നു ഞാൻ, അതിനും മൂലമായി മന്നം കാണും സംശയമില്ലതിൽ. ഇറങ്ങിക്കൊണ്ടു താൻ പോയി നേരിൽ 1000 ആണ്ടുകൾ, ധരയെ തേടിയും കൊണ്ട് കാണാഞ്ഞേറ്റം പരുങ്ങി ഞാൻ. തപസ്സു ചെയ്യുക എന്നുണ്ടായി വാനിൽ വാക്കശരീരിണി, പത്മത്തിൽ 1000 വർഷം പിന്നെ ചെയ്താൻ തപസ്സു ഞാൻ. അപ്പോൾ അത് കണ്ടില്ല, തപസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ തപസ് ചെയ്തു. സൃഷ്ടിക്കുകയെന്ന വാക്കുണ്ടായി വീണ്ടും ഞാൻ അത് കേൾക്കവേ, സൃഷ്ടിപ്പത് ആരെ ചെയ്യേണ്ടതെന്ത് എന്നായി അമ്പരന്നു ഞാൻ. അപ്പോഴേക്കും അടുത്തെത്തി ഘോരന്മാർ മധുകൈടഭർ, പേടിപ്പിച്ചാർ ദൈത്യരെന്നെ പോരിനായി അലയാഴിയിൽ. അപ്പോഴ താമരത്തണ്ടും പിടിച്ചാണ്ടിതു നീരിൽ ഞാൻ. അന്നേരം മമ കാണുമാറായി അത്ഭുതാകാരണപ്പുമാൻ. കൊണ്ടൽ നേരുടലും മഞ്ഞപ്പട്ടും 4 കരങ്ങളും ശംഖുചക്രഗദ പത്മാദി ആയുധങ്ങളുമാണ്ടവൻ. വനമാലകളും പൂണ്ട് ശേഷപര്യങ്കശായിയായി കണ്ടാൻ. പാരിനുടയോ നാമ മഹാവിഷ്ണുവെ അങ്ങു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ നാരായണ ഗോവിന്ദ ഗോവിന്ദ. സർപ്പമെത്തയിലായി യോഗനിദ്ര ചെന്ന് ആക്രമിക്കയാൽ അനങ്ങാതെ കിടക്കുന്നോരച്യുതൻ തന്നെ നോക്കി ഞാൻ. വല്ലാത്ത ചിന്തയിൽപ്പെട്ടു ചെയ്വതെന്തെന്തു നാരദ. പിന്നെ നിദ്രാരൂപിണിയാം ദേവിയെ പാർത്തു വാഴ്ത്തി ഞാൻ. ദേഹം വിട്ടുടന ദേവി വാനിൽ പോയി നിന്നിത ശിവ. ശരിക്കുടൽ ധരിച്ചോളായി ദിവ്യഭൂഷണയുക്തയായി. ശ്രീ മഹാദേവി നമ. ഇപ്പോൾ നാരായണൻ ഉറങ്ങായിരുന്നു. നാരായണൻ നിന്ന് ഈ ഭദ്രകാളി പുറത്തേക്ക് വന്നു, ആ അമ്മയെ കണ്ടു എന്നാണ് ബ്രഹ്മാവ് ഇപ്പോൾ പറഞ്ഞത്. വിഷ്ണുവിനുടൽ വിട്ടേവം വാനിൽ പോയി അവൾ മിന്നവേ ഉണർന്നെഴുന്നേറ്റിത. അമേയാത്മാവാം അജ്ജനാർദ്ദനൻ 5000 വത്സരങ്ങൾ പോൽ ചെയ്ത ദൈത്യവര്യരെ വീഴ്ത്തിനാർ ഹരി. ദേവി തൃക്കൺ പാർത്തോരു വേളയിൽ വലുതാക്കി തൻ തുടമേൽ വെച്ചത്രേ കൊന്നതും ഹരി. വന്നാൻ രുദ്രനും അന്നേരം ഞങ്ങൾ നിന്നുള്ള അതേ ഇടം. ആ സമയത്ത് അവിടെ മഹാദേവനും എത്തി. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഭദ്രകാളി 4 പേരും അവിടെയുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തയം ബ്രഹ്മാവും പിന്നെ ഗണപതിയാണ്, അതുണ്ടായിണ്ടാവും. ശ്രീ മഹാദേവിയെ നമ. ഞങ്ങൾ മൂവരും സുന്ദരാംഗിയാം ദേവിയെ തഥാ കണ്ടു വാഴ്ത്തിയിടവേ. പുണ്യകൃപാഭാംഗങ്ങളാൽ അവൾ ഞങ്ങൾക്ക് ആനന്ദമേകി കൊണ്ടുരച്ചാൽ. ശക്തിരൂപിണി ബ്രഹ്മവിഷ്ണു ഹരന്മാരെ സ്വസ്വകൃത്യം നടത്തുവിൻ. ഹതരായി ദൈത്യർ സങ്കേതമുറപ്പിക്കുക. നിങ്ങൾ പോയി സൃഷ്ടിസ്ഥിത്യന്തകൃത്യങ്ങൾ ചെയ്താലും മടിയെന്നിയേ. 4 മട്ടിൽ പ്രജകളെ സൃഷ്ടിച്ചാലും സ്വശക്തിയാൽ. അപ്പോൾ ഈ സമയത്ത് ഭദ്രകാളി പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചോളൂ, വിഷ്ണു പാലിച്ചോളൂ, മഹാദേവൻ സംഹരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചില്ല, എല്ലാം മറന്നിരിക്കുക. അപ്പോൾ അതാണ് കൊണ്ടുപോയത്. ബ്രഹ്മാവ് ഇമ്പം കൊള്ളിക്കുമീ നല്ല മടുവാർ മൊഴി കേൾക്കവേ. ഞങ്ങൾ ചൊന്നാൽ ശക്തരല്ല സൃഷ്ടിക്കാൻ ഞങ്ങൾ അംബികയെ. പരപ്പായി ഭൂമിയിൽ എങ്ങും വെള്ളമാണ് ഏതുദിക്കിലും ഭൂതങ്ങളില്ല ഗുണവും തന്മാത്രേന്ദ്രിയവർഗവും. ഞങ്ങൾ തൻ വാക്കു കേട്ടൊന്നു പുഞ്ചിരിച്ചു മഹേശ്വരി. വിമാനമൊന്നെത്തി അങ്ങ് വാനിൽ നിന്നുടനുത്തമം. ചൊന്നാളേവം സുരന്മാരെ പേടിവിട്ട് ഇതിലേറുവിൻ. ബ്രഹ്മവിഷ്ണുഹരന്മാരെ കാണിക്കാമിന്നൊരത്ഭുതം. സമ്മതിച്ചാൽ ഞങ്ങളേവം ദേവീവാക്യം ശ്രവിക്കവേ. രത്നം പതിച്ചോ തൂമുത്തുമാല കിങ്കിണിജാലവും കിടന്നാടും വിമാനത്തിലിരുന്നാർ ഞങ്ങൾ മൂവരും. അമരാവതി പോൽ രമ്യം അതിൽ ശങ്ക വെടിഞ്ഞുടൻ. വിജിതേന്ദ്രിയരാം ഞങ്ങൾ ഇരിക്കുവതു കണ്ടവൾ ഇളക്കി വിട്ടാൾ ഉടനാ വിമാനത്തെ സ്വശക്തിയാൽ. വിമാനഗമനം എന്ന 2-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. അപ്പോൾ അവിടെ അമ്മയെ കണ്ടു, വിമാനം വന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വിമാനം വന്നത്. വിമാനത്തിൽ കയറി ഇനി പോവുകയാണ്. പോണ യാത്രയിൽ ഈ അഷ്ടദിക്പാലകന്മാരുടെയും മറ്റേ കൈലാസവും സത്യലോകവും വൈകുണ്ഠമൊക്കെ കാണുകയാണ്. പിന്നെ അവിടേക്ക് ചെന്നിട്ട് സ്ത്രീകളായിട്ട് മാറിയിട്ട് അമ്മയെ കാണുന്നു. അവിടെ അമ്മയെ പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, സ്തുതിക്കുക, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ക്രമേണ ചെയ്യാണ്. ശ്രീ മഹാദേവി ദേവീ ദർശനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 66 ശ്ലോകങ്ങളുണ്ട്. 3-ാമത്തെ അധ്യായം.
ശ്രീ മഹാദേവ്യൈ നമ. ബ്രഹ്മാവ് ഓം. മനോവേഗം പറന്നെത്തി വ്യോമയാനം സ്ഥലാന്തരം വെള്ളമില്ലങ്ങു കാണാനായി അത്ഭുതപ്പെട്ടു ഞങ്ങളും. പാടുന്ന കുയിലും നല്ല പൂത്തുകാഴ്ച മരങ്ങളും മഞ്ഞും മേടകളും കണ്ടാർ. കാടും പൂങ്കാവനങ്ങളും നാരീനരരെയും കണ്ടാൽ പുഴയും ഗോസമൂഹവും കുളവും കിണറും പോലെ തടാകം നിർച്ഛരങ്ങളും യജ്ഞശാലകൾ ഉൾത്തിങ്ങി മണിമേട നിരന്നതായി ഗംഭീരം അതിൽ ചൂഴുന്ന ദിവ്യമാം പുരി മൂന്നിലും പ്രത്യഭിജ്ഞാനമുണ്ടായത് ആ പുരം കണ്ടു ഞങ്ങളിൽ. സ്വർഗമാണിതു നിർമ്മിച്ചത് ആരീ അത്ഭുതമാം പുരം. ദേവതുല്യൻ നൃപനൊരാൾ കാട്ടിൽ നായാടിടുന്നതായി കണ്ടാർ. വിമാനത്തിൽ മേലെ വശം അംബിക തന്നെയും. ശ്രീ മഹാദേവി നമ. വിമാനം തൽക്ഷണം മാനത്തോടെ തന്നെ പറക്കയായി മുഹൂർത്തം കൊണ്ടെത്തി. അത് ദേശം അന്യം മനോഹരം ശ്രേഷ്ഠമാം നന്ദനപൂങ്കാവത്ര കണ്ടിതു ഞങ്ങളും. കൽപ്പവൃക്ഷത്തണലിലായി നിൽക്കും സുരഭി തന്നെയും. അവൾ കടുത്തായി 4 കൊമ്പനാനയൊന്നുണ്ട് നിൽപ്പതായി. മേനകാദികളായുള്ളോരപ്സരോവരനാരിമാർ പാട്ടും ആട്ടവുമായി കൂത്താടുന്നു. ചേഷ്ട പലേതുമായി ശതക്കണക്കായി വിദ്യാധരന്മാർ ഗന്ധർവർ യക്ഷരം പാടിക്കളിച്ചുല്ലസിച്ച് മന്ദാര മലർവാടിയിൽ കണ്ടാർ ഇന്ദ്രനെയും. തത്ര പൗലോമീയുക്തനായി തഥാ. നാഗലോകം കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടിതേറ്റവും. യമൻ കുബേരൻ വരുണൻ സൂര്യൻ വന്യയെയും തഥാ മറ്റ് ദേവന്മാരെയും കണ്ട് അത്ഭുത സ്തബ്ധരായി. തുലോം അണിഞ്ഞു മിന്നും ആ പൂമേടയിൽ നിന്നൊരു മന്നവൻ ഇറങ്ങി വന്ന് ഇന്ദ്രനെ പോൽ പല്ലക്കൊന്നേറി നിർഭയം. പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും പറക്കയായി. ശ്രീ മഹാദേവി നമ. അവിടെ ഇന്ദ്രലോകത്തിലെ അഷ്ടദിക്പാലകന്മാരെയും അതേപോലെ 33 ദേവകളെയും ഇന്ദ്രനെയും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ടു. അവിടെയുള്ള സുഖ സൗകര്യങ്ങളെ മുഴുവൻ കണ്ടു. അവിടെ നിന്നും വീണ്ടും വിമാനം നിൽക്കണമെന്നില്ല, വിമാനം ഇങ്ങനെ പോവുകയാണ്. നമ്മളൊരു ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പലതും കാണില്ലേ. ആ കൂട്ടത്തിൽ ഈ വിമാനത്തിൽ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്, റോക്കറ്റ് പോലെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വർഗം കണ്ടു, ദേവന്മാരെയും കണ്ടു. ഇനി അടുത്തത് ബ്രഹ്മലോകത്തിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറക്കയായി എത്തി. ദേവന്മാർ നിൽക്കും, ദേവന്മാർ നമിക്കും. ബ്രഹ്മലോകത്തിൽ ആ ക്ഷണം വിധിയെ കണ്ടു ഹരിയും വിസ്മയപ്പെട്ടു. ശംഭുവും ചോദിച്ചാർ എന്നോട്, ആരാണീ നിത്യനാം വിധി നാൻമുഖ? അവരോടോതി, ഞാൻ ആരീ സൃഷ്ടാവെന്നറിയില്ല. ഞാൻ ആരിവൻ എന്തിനോ ഭ്രമം താൻ മേ ഹരീശ്വരേ. മനോവേഗം വ്യോമയാനം പുറപ്പെട്ടിതു തൽക്ഷണം. അപ്പോൾ സത്യലോകത്തിലെത്തിയപ്പോൾ ഈ ശിവനും വിഷ്ണു ചോദിച്ചു, അവിടെ ഒരു ബ്രഹ്മാവിനെ കാണാണല്ലോ, അതാരാ? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കറിയില്ല, ഞാനാരാന്ന് എനിക്കറിയില്ല, എന്നിട്ട് വേണ്ടേ ആ ബ്രഹ്മാവ് ആരാന്നറിയാൻ. എത്തി കൈലാസശിഖരം രമ്യം യക്ഷഗണാവൃതം. തത്തയും കുയിലും കൂകും മന്ദാരത്തോപ്പു ചേർന്നതായി. മിഴാവും വീണയും മറ്റും സുഖനാഥമുതിർപ്പതായി കണ്ടാർ. വിമാനത്തിൽ നിന്നും ആ ഗൃഹത്തിങ്കൽ നിന്നുടൻ വെളിക്ക് വന്നു ഭഗവാൻ മുക്കണ്ണൻ കോമളൻ ശിവൻ. 10 കൈ 5 വദനം അമ്പിളിക്കീറണിച്ചിട പുലിത്തോലടയും പിന്നെ ആനത്തോൽ ഉത്തരീയവും പൂണ്ടോല. ശിവനോടൊപ്പം പാർഷ്ണി രക്ഷകരായി തഥാ. ശിവനും അവിടെ കൈലാസത്തിൽ പാർശ്വതരം എല്ലാവരും കൂടിയിട്ട് അവിടെ കണ്ടു എന്ന് പറയാണ്. പുറപ്പെട്ടാൽ മഹാവീരസ്കന്ദനും ഗജവക്രനും ശ്രേഷ്ഠന്മാരാം നന്ദി തൊട്ട സേനാനായകരൊക്കെയും ജയശബ്ദം മുഴക്കിക്കൊണ്ടെത്തി സർവന്റെ പിന്നിലായി. ഏവം 2-ാം ശിവനെ ആ സപ്തമാതാക്കളൊത്തിവർ കണ്ട് അത്ഭുതപ്പെട്ടു പാരം സംശയാകുലനായി ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ മഹാദേവൻ്റെ കൈലാസവും മഹാദേവൻ്റെ അവിടെയുള്ള ഈ സപ്തമാതൃക്കളായാലും ഗണപതി, സുബ്രഹ്മണ്യൻ തൊട്ട് ശിവ പാർഷദന്മാരെല്ലാവരും 66 കോടി ഭൂതഗണങ്ങളെ ഒക്കെ കണ്ടു. അവിടുന്ന് വീണ്ടും പറക്കുകയാണ്, എന്നിട്ട് വൈകുണ്ഠത്തിലെത്തുകയാണ്. പറന്നിതാ വ്യോമയാനം വെള്ളിമാമല വിട്ടുടൻ എത്തി വൈകുണ്ഠ സദനം രമാരമണ മന്ദിരം. കയ്യും കണക്കുമില്ലാത്തോരൈശ്വര്യം തത്ര കണ്ടു ഞാൻ. ശ്രേഷ്ഠമാമപുരം കണ്ടു വിസ്മയിച്ചതു വിഷ്ണുവും. കായാമ്പൂ നിറവും മഞ്ഞളാടയും 4 കൈകളും ദിവ്യാഭരണവും പൂണ്ട് ഗരുഡന്റെ പുറത്തതാ. മന്ദിരാഗ്രത്തിലായി നിൽപ്പൂ താമര കണ്ണനാം ഹരി. വീശുന്നു ലക്ഷ്മിയും ഭൂവും നല്ല വെഞ്ചാമരങ്ങളാൽ. നിത്യനാമ വിഷ്ണുവെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിവർ പരസ്പരം നോക്കി വാണാൽ ശ്രേഷ്ഠമാമാസനത്തിലായി. വായുവേഗമുടൻ വിട്ടു വിമാനം അവിടം തഥാ. തുളുമ്പും വൻതിരച്ചാർത്തും പൊങ്ങുമോളങ്ങളും പരം. യാതോ ഗണങ്ങളും തിങ്ങും അമൃതാബ്ധി അണഞ്ഞുതേ. കണ്ടാർ തത്ര മണിദ്വീപം മന്ദാരം പാരിജാതവും അശോകവും ചെങ്കുറിഞ്ഞി കൈതയും ചെമ്പകങ്ങളും മറ്റും പലേ മരക്കാവു നിറഞ്ഞും ദിവ്യ സൗരഭം ചുറ്റുപാടും ചൊരിഞ്ഞും നൽകുയിലിൻ സുഖനാദവും.
പാറിപ്പറക്കും മണ്ടത്താന്മാർ തൻ ശങ്കാരനാദവും ഉതിർത്തും കൊണ്ടിരിക്കുന്ന മലർവാടികളും തഥാ മുത്തുമാലകളും പൂമാലകളും കൊണ്ടു ഭംഗിയായി തോരണം തൂക്കി ചിത്ര കമ്പിളങ്ങൾ വിരിച്ചതായി കണ്ടാർ ഞങ്ങൾ വിമാനത്തിൽ നിന്നും. തത്ര മനോഹരം ശിവാകാരം രത്നകോടി രാജിതം മഞ്ചവും തഥാ പല പട്ടുവിരിപ്പാൽ വാർമഴവില്ലിൻ്റെ കാന്തിയെ ചൊരിയും വരമഞ്ചത്തിൽ കണ്ടാരൊരു വരാംഗിയെ. അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം, ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ലെനിക്കാശ്രയം. ശ്രീ മഹാദേവി നമ. മണിദ്വീപത്തിലുള്ള ആ അമ്മയെയാണ് കണ്ടത്. ഭഗവാന്റെ വിഷ്ണുലോകത്തിൽ നിന്നും നേരെ മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ 18 കോട്ടകളുണ്ട്. 18 കോട്ടകളിൽ അതിൽ 9 നവരത്ന കോട്ടയാണ്. അതെല്ലാം വിസ്തരിച്ച് 10, 11, 12 അധ്യായങ്ങളിലായിട്ട് 12ാമത്തെ സ്കന്ധത്തിലെ ഏറ്റവും ഒടുക്കത്തെ ദിവസം, നവാഹത്തിലെ ഏറ്റവും ഒടുക്കത്തെ ദിവസം പറയും. ഈ 18 കോട്ടകൾ, അതിൽ 18 മറ്റേ രത്നങ്ങൾ ഒക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് ആ സമയത്ത് പറയാം. പുഷ്യരാഗം, ഖർവം, ഗോമേതകം, ശംഖം, പവിഴം, മുത്ത്, മരതകം, ഇന്ദ്രനീലം, ഇതിൻ്റെ ക്രമത്തിൽ ഓർമ്മ വരുന്നില്ല. മാണിക്യം, വജ്രം, കച്ഛപം, നീലം, പത്മരാഗം, മഹാപത്മം, വൈഡൂര്യം, പത്മം, മുകുന്ദം, കുന്ദം, ഇങ്ങനെയൊക്കെ 18 രത്നങ്ങൾ. അത് ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പാണ്ട് ഓർമ്മ വരുന്നില്ല. അതാ ശ്രീ മഹാദേവിയെ നമ. അപ്പം ഇങ്ങനെ 18 രത്നങ്ങളുള്ള 1000 കാല് മണ്ഡപത്തിൽ അതിൽ ഈ 4 കാല് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സദാശിവനും ഈശാനനും, പിന്നെ സദാശിവൻ പലകയായിട്ടും, അങ്ങനെ പഞ്ചപീഠ അങ്ങനെയാണ് ഇരിക്കുന്നത്, പഞ്ചകോശാന്തര സ്ഥിത. അപ്പോൾ 4 കാലും അതിൻ്റെ മീതെ ഒരു പീഠം, ഒരു പലകി, അതിൻ്റെ മീതെയാണ് ശിവൻ്റെ തൃത്തുടയിൽ മഹാദേവി ഇരിക്കുന്നതായിട്ടാണ് കാണുക. 16 വയസ്സുള്ള ശിവൻ, 12 വയസ്സുള്ള പാർവതി, അങ്ങനെയാണ് കാണുക. അപ്പോൾ ആ അമ്മയാണ് ഇവിടെ കണ്ടത്. അവിടെ മഹാദേവി ആയിട്ടാണ് സങ്കല്പം. അവിടെ മഹാദേവി തന്നെ 2 ദ്വിത്വത്തിലാണ് ഇരിക്കുന്നത്. അതാണ്, അങ്ങനെയാണ് മണിദ്വീപത്തിൽ ചെന്നാൽ കാണുക. ഏകാന്ത മണ്ഡപം എന്നതിന് പറയാം. ശ്രീ മഹാദേവിയെ നമ. രക്തമാല്യം, രക്തവസ്ത്രം, രക്തചന്ദനലേപനം, രക്തനേത്രങ്ങൾ തൂമിന്നൽ കൊടി തോൽക്കും പ്രകാശവും അഴകോലും പൂവദനം ചെഞ്ചുണ്ടുകളും ഒത്തവൾ പൊൽത്താർമകളെ വെല്ലുന്നോർ ബാലാർക്ക പ്രഭ തൂകുവോൾ വരഭാഷാങ്കുശാഭീഷ്ടധരയാം പരമേശ്വരി തൂമന്ദഹാസഞ്ചൊരിയും മുഖ പങ്കജമാണ്ടവൾ താമരപ്പൂമൊട്ടു തോൽക്കും മിന്നും കൊങ്കത്തടങ്ങളും നാനാരത്നം പതിച്ച ആഭചോരും ആഭരണങ്ങളും പൊന്നിൻ തോൾവളയും സ്വർണ്ണകിരീടം കങ്കണങ്ങളും ശ്രീചക്രത്തോടെയാൽ മിന്നും പൂങ്കപോലവുമാർന്നവൾ രക്തവർണ്ണ കൃപാപൂർണ പുതു യൗവനമാർന്നവൾ ശൃംഗാരസാര സർവസ്വമുമ്പാരും കണ്ടിടാത്തവൾ. അപ്പോൾ അവിടെ അമ്മയുടെ സർവ അലങ്കൃത വിഭൂഷിതയായിട്ടുള്ള വസ്ത്രമായാലും ആഭരണങ്ങളായാലും അമ്മയുടെ രൂപ സൗന്ദര്യമായാലും അത് എത്രയാണ് വർണ്ണിക്കേണ്ടത് നിശ്ചയില്ല, അത്രത്തോളം. അതേപോലെ തന്നെ ഈ ഓങ്കാരം, ഹ്രീങ്കാരം, പഞ്ചമഹാബീജങ്ങൾ, അതേപോലെ വേദങ്ങൾ ഒക്കെ സ്തുതിക്കുന്നതായിട്ടുള്ള വിരാട്, നമ്മൾ നാരായണനെ അനന്തോത്മനാഭനായിട്ടുള്ള നാരായണനെ കാണുന്നില്ലേ ആ രൂപത്തിൽ. ഇപ്പോൾ അവിടെ ഈ മഹാദേവിയെക്കുറിച്ച് വർണ്ണിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ പറയാവുന്നതൊക്കെ പറയണു എന്ന് മാത്രമേ ഉള്ളൂ. ഹ്രീങ്കാരം പാടിക്കൊണ്ട് ഈ വണ്ടുകൾ, ഭ്രാമരീ ദേവി അമ്മയുടെ ഒരു രൂപമാണ്. അപ്പം അങ്ങനെ ഋഷിമാരുണ്ട് അവിടെ. പിന്നെ ഈ ഏതൊക്കെ ജീവജാലങ്ങളാണോ അവിടെ ഉള്ളത്, എല്ലാ ജീവജാലങ്ങളും അവിടെയുണ്ട് രൂപം സ്വീകരിച്ചുകൊണ്ട്. അപ്പോൾ ശരീരം സ്വീകരിച്ചുള്ള ജീവജാലങ്ങളുണ്ട്, ശരീരം ഇല്ലാത്തതായിട്ടുള്ള, ഇപ്പോൾ പർവ്വതങ്ങളായാലും നദികളായാലും സസ്യജാലങ്ങളായാലും പിന്നെ ഗ്രന്ഥങ്ങളായാലും അതേപോലെ ശാസ്ത്ര സംഗീതം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സംഗീതത്തിൻ്റെയൊക്കെ ഓരോന്നും ഓരോരോ ഭാവങ്ങളിൽ ഓരോരോ രൂപങ്ങളായിട്ട് വരും. 64 തരം നാദങ്ങളുണ്ട്. നാദങ്ങൾ എന്നോ ഈ സംഗീതത്തിൻ്റേതായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട്. 64 ശക്തികൾ, 32 ശക്തികൾ, 8 ശക്തികൾ, 9 ശക്തികൾ, പിന്നെ ദൂതികളായിട്ട് പാർഷദന്മാർ, പലതുമുണ്ട്. പല പ്രകാരത്തിലാണ് അവിടെ വിസ്തരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഈ അമ്മയെ സ്തുതിച്ചുകൊണ്ടും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ
ജീവജാലങ്ങളൊക്കെ പെടുന്ന അർത്ഥം അതാണ്. ഹ്രീങ്കാരമന്ത്രം പാടുന്ന പക്ഷിവൃന്ദങ്ങൾ വാഴ്ത്തുവോൾ ഹൃല്ലേഖേ ലോകനാഥേ എന്നുള്ള നാമജപങ്ങളാൽ സ്തുതിക്കും തോഴിമാർ ചുറ്റും ഇരിക്കും ഭുവനേശ്വരി ഹൃല്ലേഖ തൊട്ട ദേവശ്രീ വൃന്ദം പരിചരിപ്പവൾ അനംഗകുസുമാഖ്യാദ്യ ദേവിമാർ ചൂഴ്ന്നിടുന്നവൾ യന്ത്രരാജ്യാഖ്യമാം ഷഡ്കോണത്തിൽ നടുവിൽ വാഴുവോൾ ശ്രീ മഹാദേവിയെ നമ. ആ ത്രിമൂർത്തികൾ ഈ മഹാദേവിയെ കണ്ടു. അവിടെ ഈ നമ്മൾ അഷ്ടദള പത്മം, അതേപോലെ 6 ദള പത്മം, പലതരത്തിൽ സ്വസ്തിക പത്മം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 32 ദളം, 64 ദളം ഇങ്ങനെയൊക്കെ പത്മം ഇടാറുണ്ട്. അതിൻ്റെ ഓരോന്നിനും അതിൻ്റേതായ ഫലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ താന്ത്രിക വിധിയിൽ പറയണത്. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ ഈ യന്ത്രരാജ്യത്തിൽ ഇരിക്കുകയാണ്. അതിനങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് ഈ മട്ടിലുള്ള ദേവിയെ കണ്ട് അത്ഭുതപ്പെട്ടു മൂവരും. ആരി സുന്ദരിയെ പേരെന്താണ് ഒന്നും അറിവിയിലെന്നു നിന്നുപോയി. ദൂരത്തു നിന്നും നോക്കുമ്പോൾ 1000 കണ്ണ് കൈകളും 1000 മുഖവും ചേർന്നോളെന്നു തോന്നുന്നു നിർണയം. അപ്സരസല്ല, ദേവശ്രീയല്ല, ഗന്ധർവിയല്ലിവൾ എന്നൊക്കെ സംശയം പൂണ്ടു നിന്നാരവിടെ നാരദ. അന്നേരം ഭഗവാൻ വിഷ്ണു ചാരുഹാസിനിയാമവൾ ആരെന്നു തൻ്റെ വിജ്ഞാനം കൊണ്ടുറപ്പിച്ചു ചൊല്ലിനാൾ. ഇവളാണ് ഭഗവതി, നമുക്കൊക്കെയും ആശ്രയം, മഹാവിദ്യ മഹാമായ, പൂർണ്ണ പ്രകൃതി ശാശ്വതി. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ആലിലകൃഷ്ണനായിട്ട് മഹാവിഷ്ണു ഒരു പ്രളയം കഴിഞ്ഞുള്ള സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ആത്യന്തിക പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കഥയാണ്. ആ സമയത്ത് ആലിലകൃഷ്ണനായിട്ട് ഭഗവാൻ വന്നു, കൃഷ്ണൻ. അപ്പോൾ ലക്ഷ്മിയായിട്ട് അവിടെ പ്രത്യക്ഷ ദർശനവും കൊടുത്തു. ആലിലകൃഷ്ണന് ഈരടിയായിട്ട് സർവം ഖല്യുതം ബ്രഹ്മ സർവം ഖല്യുതം ഏവാഹം നാനിതസ്യ സനാതനം, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം എന്ന് അശരീരിയായിട്ട് ഭാഗവത തത്വത്തെ അമ്മ പറഞ്ഞു കൊടുത്തു. അതിനെ ലക്ഷ്മിയായിട്ട് വന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പം അന്ന് ഈ ഈശ്വരീ തത്വം, ദേവതാതത്വം മുഴുവൻ നന്നായിട്ട് തന്നെ മനസ്സിലായി. എന്താണ് ബ്രഹ്മതത്വം, ആത്മതത്വം, ജീവതത്വം, പ്രപഞ്ചതത്വം, ദേഹതത്വം, ഇതൊക്കെ നന്നായിട്ട് അന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് വിഷ്ണു പറഞ്ഞു, ഈ പാലകരായിട്ടുള്ള ഞാൻ, സംഹാരകർത്താവായിട്ടുള്ള ശിവൻ, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവെ അങ്ങ്, അഷ്ടദിക്പാലകന്മാരായിട്ടുള്ള മറ്റ് ദേവഗണങ്ങളൊക്കെ ഈ അമ്മയുടെ ആജ്ഞാനുവർത്തികളാണ്. അമ്മയുടെ തന്നെ അംശരൂപമാണ് നമ്മളൊക്കെ. നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഈ അമ്മയാണ് നാം ആശ്രയിക്കേണ്ടത്. നമ്മുടെ കർത്തവ്യം ചെയ്യേണ്ടത് അമ്മയുടെ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് വിഷ്ണു പറഞ്ഞു. ഇവളാണ് ഭഗവതി, നമുക്കൊക്കെയും ആശ്രയം, മഹാവിദ്യ മഹാമായ, പൂർണ്ണ പ്രകൃതി ശാശ്വതി, അല്പജ്ഞർക്കറിയാത്തോളം യോഗഗമ്യയുമായവൾ, പരാത്മാവിന്നിച്ഛ മായാ ശബള ബ്രഹ്മരൂപിണി, ഭാഗ്യം കെട്ടോർക്ക് പൂജിക്കാൻ കിട്ടാത്തോൾ ഭുവനേശ്വരി. ശ്രീ മഹാദേവി നമ. എല്ലാ ദിക്കിലും നമുക്കറിയാം, പരിഹാരങ്ങൾക്കൊക്കെ പോകേണ്ട എത്രയോ ദിക്കിൽ ഭുവനേശ്വരി പ്രതിഷ്ഠയുണ്ട്. ആ ഭുവനേശ്വരിക്ക് നേദ്യം കൊടുക്കാതെ കൊണ്ട് അവർക്ക്, ആ കുടുംബക്കാർക്ക് പലർക്കും പ്രശ്നങ്ങളുണ്ടായതൊക്കെ നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവർ ഓരോ ദിക്കിൽ ചെന്നാലും ഭുവനേശ്വരിക്ക് ഒരു സ്പെഷ്യൽ പൂജ അവിടെ മറ്റു പരിഹാരങ്ങൾ ചെയ്യേണ്ടതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ചെയ്തിട്ട് വേണം മറ്റു ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഭരിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ഭാഗ്യമില്ലാത്തവർക്ക് അത് കിട്ടില്ല. അവിടെയും ഇവിടെയൊക്കെ അതുകൊണ്ട് ഇതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്കും ഇവിടേക്കൊക്കെ ഓടും. ഈ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇത് കൊടുത്താൽ മതി. ഒരാളെ വിളിച്ചിട്ട് എല്ലാ കൊല്ലം ആ ഗൃഹത്തിൽ വെച്ചിട്ട് ഈ ഭുവനേശ്വരി പൂജ ചെയ്താൽ മതി. അത് ചെയ്യില്ല. എന്നിട്ട് എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ചെയ്യേണ്ടതെന്നേ, അപ്പുറത്ത് ഇത് ചെയ്യേണ്ടത്, എന്ത് ചെയ്തിട്ടും കാര്യമില്ലാന്നേ, ഫലമില്ലാന്നേ എന്നൊക്കെ പറയും. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാതെ കണ്ട് അന്യന്മാരുടെ വൃദ്ധസദനത്തിലും മറ്റേ കിൻഡർ ഗാർഡനിലും കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. അതിന് ഫലമില്ല. അനാഥാലയങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അച്ഛനെയും അമ്മയും മുത്തശ്ശനെയും സ്വന്തക്കാരെയും നോക്കണം. അത് ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. ബന്ധുക്കൾക്ക് ക്ഷീണം ഉണ്ടെന്ന് കൂട്ടുക. നമ്മൾ ബന്ധുക്കളായിട്ട് ആലോചിക്കുക. അവർക്ക് ആഹാരം കഴിക്കാനില്ല വെച്ചാൽ നമ്മൾ ആ ആലോച്യം മറന്നുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കണം. അത് നിയമമാണ്. അത് കൊടുക്കാതെ കണ്ട് അനാഥാലയത്തിൽ കൊടുക്കത്ത് പകരം വീട്ടിയിട്ടൊരു കാര്യമില്ല. അത് ജീവിതം നഷ്ടമാകുക, അത്രയേ ഉള്ളൂ. മറ്റോ വെറുതെ കൊണ്ടുപോയിട്ട് തിന്നുക, അത്രയേ ഉള്ളൂ. കലികാലത്തിൽ വെച്ചാൽ മുഴുവൻ വഞ്ചനയാണ്. ഇനി ഏതൊക്കെ താപ്പ് കിട്ടിയിട്ടാണ് എന്തൊക്കെ വഞ്ചനയാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. അത് ക്രൂരമായിട്ടുമുണ്ട്, അതിക്രൂരമായിട്ടുമുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ പലതും കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം വെച്ചാൽ എന്ത് വേണം? ഈ ഭുവനേശ്വരി പൂജ ചെയ്യുക തന്നെ വേണം. ഭുവനേശ്വരി എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അത് ഈ ഭൂവാസത്തിന് എല്ലാ ദേവതമാരുടെയും അംശമായിട്ടുള്ള ഭുവനേശ്വരിയാണ്. ഉദിച്ച് ഉയർന്ന സൂര്യൻ എങ്ങനെയാണോ അതേപോലെയാണ് അമ്മയുടെ ഒരു ഭാവം. അഭയവരദങ്ങളാണ് അമ്മ.
അപ്പം അങ്ങനെയുള്ള ശ്രീഭഗവതി തന്നെയാണ് അർത്ഥം ഭുവനേശ്വരി. ശ്രീ മഹാദേവിയെ നമ. ഭാഗ്യം കെട്ടോർക്ക് പൂജിക്കാൻ കിട്ടാത്തോൾ ഭുവനേശ്വരി ഏതിനും ആദ്യയായുള്ളോൾ വേദത്തിൻ ജനയിത്രിയാൾ പ്രളയത്തിങ്കലി വിശ്വം മുഴുവൻ സംഹരിച്ചവൾ ജീവലിംഗങ്ങളെ തന്നിൽ താനൊതുക്കി നിരന്തരം ക്രീഡിക്കാം സർവജീവമയ്യായി ഭുവനേശ്വരി കണ്ടാലും അവൾ തൻ ചുറ്റും എണ്ണമറ്റ വിഭൂതികൾ ദിവ്യഗന്ധക്കുറിക്കൂട്ടും ദിവ്യാഭരണജാലവും പൂണ്ട് ചെയ്യുന്നിതെല്ലാവരും അവൾക്ക് പരിചര്യകൾ. ശ്രീ മഹാദേവി നമ. ശിവബ്രഹ്മാക്കളെ നമ്മൾ ധന്യരായി കൃതകൃത്യരായി ഉണ്ടായല്ലോ നമുക്കിന്നി ദേവിതൻ പുണ്യദർശനം. പണ്ടു ചെയ്ത തപസ്സിൻ്റെ ഫലം താനിത് അനുത്തമം ഭക്തിപൂർവം കാഴ്ചയേവം അല്ലാഞ്ഞാൽ സാധ്യമാകുമോ? കാൺമോ മഹാപുണ്യവാന്മാർ ദാനനിഷ്ഠരും മുനീന്ദ്രരും രാഗികൾക്ക് ഭഗവതി ദൃശ്യയല്ലൊരു മട്ടിലും പുരുഷാനുകയായുള്ള മൂലപ്രകൃതി താനിവൾ പരമാത്മാവിനെ കാണിക്കുന്നു വിശ്വം ചമച്ചിവൾ. ദ്രഷ്ടാവൻ ദൃശ്യമത്രേ ബ്രഹ്മാണ്ടം ദേവവർഗവും അതിൻ കാരണമിദ്ദേവി മഹാമായ മഹേശ്വരി. എങ്ങു ഞാൻ എങ്ങു സുരരും രംഭാദികളും എങ്ങുവാൻ ഇവൾക്കു കിടയായി നിൽക്കാ ലക്ഷാംശം കൊണ്ടുമിങ്ങിവർ. മഹാർണവത്തിൽ ഞാൻ കൊച്ചുകുഞ്ഞായി വാണൊരു വേളയിൽ എന്നെ ലാളിപ്പതായി കണ്ടേൻ നൂനം ഈ വരനാരിയെ. ആലിലകൃഷ്ണന്റെ കാര്യമാണ് പറഞ്ഞത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആലിലകൃഷ്ണൻ ആ അമ്മയെ കണ്ടതായിട്ട് രംഗത്തെ പറയാണ്. മഹാർണവത്തിൽ ഞാൻ കൊച്ചു കുഞ്ഞായി വാണോ ഒരു വേളയിൽ എന്നെ ലാളിപ്പതായി കണ്ടേൻ നൂനമീ വരനാരിയെ. ഞാനെന്ന വടപത്രത്തിൽ ഉറപ്പേറിന തൊട്ടിലിൽ പൊൽത്താർമുഖത്തിൽ എൻ കയ്യാൽ പാദ അങ്കുഷ്ടമണച്ചുമേ കുടിച്ചും നക്കിയും ബാലചേഷ്ടയോരോന്നു കാട്ടിയും പൊടിക്കുഞ്ഞായി കോമളനായി കളിച്ചും കൊണ്ടിരിക്കവേ പാടിക്കൊണ്ടും തൊട്ടിലാട്ടിക്കൊണ്ടും നിന്നവളാണിവൾ. എനിക്കിന്നോർമ്മയുണ്ടായി തിണ്ണം കണ്ടോരു മാത്രയിൽ ചൊന്നേൻ അനുഭവം ബോധം വന്ന കാരണമിന്നു ഞാൻ. ഇവൾ താനമ്മ നമ്മൾക്ക് ഏവർക്കും സംശയമില്ലിതിൽ. ദേവി ദർശനം എന്ന 3-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഓം ശുഭകായ വിദ്മഹേ കാമദായിന്യേ ധീമഹി തന്നോ ഭുവനേശ്വരി പ്രചോദയാൽ. ഭുവനേശ്വരിയുടെ ഗായത്രിയാണ്. അങ്ങനെയുള്ള ഭുവനേശ്വരി നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഈ മഹാദേവി മണ്യദ്വീപ അധിവാസിനി നമുക്ക് എല്ലാവിധ അനുഗ്രഹവും തരുമാറാകട്ടെ. ഇനി ഇതിൻ്റെ സ്തുതിയാദി കാര്യങ്ങൾ 4-ഉം 5-ഉം അധ്യായങ്ങളായിട്ടാണ് നമുക്ക് നാളെ പാരായണം ചെയ്യാം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ.